Good afternoon. Good afternoon, ma'am. Good afternoon. It's 11. Good afternoon, Alvin. Good afternoon. Okay, class start ചെയ്താലോ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത് ഏതായിരുന്നു? കോഡ് ഓറഞ്ച് ആയിരുന്നു അല്ലേ? ലെവൽ 3 വരെ നമ്മൾ പറഞ്ഞു നിർത്തിയായിരുന്നു. വായിച്ചു നോക്കിയായിരുന്നോ? ഓക്കെ, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാട്ടോ നമുക്ക്. കോഡ് ഓറഞ്ച് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഡിസാസ്റ്റർ ആണ് അല്ലെ. അപ്പൊ അതിനകത്ത് ലെവൽ 1 ഉണ്ട്, ലെവൽ 2 ഉണ്ട്, ലെവൽ 3 ഉണ്ട്. ലെവൽ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? The hospital is receiving less than 4 casualties. Okay. 1 minute. ഓക്കെ, അപ്പോ എന്താണ് ലെവൽ 1 പറയുന്നത്? ഓക്കെ, ലെവൽ 1 പറയുന്നത് എന്താ? The hospital is receiving less than 4 casualties അല്ലെ. 4 അല്ലെങ്കിൽ 4 അത്യാഹിതകളിൽ താഴെയാണ് അവിടെ റിസീവ് ചെയ്തിരിക്കുന്നതെങ്കിൽ ലെവൽ 1 ആണ്. ഇനി ലെവൽ 2 എന്ന് പറഞ്ഞാൽ നോക്കിയേ, the hospital is receiving more than 3 major casualties and or the number of victims or severity of injuries will require additional staff and resources.
ഇനി 3-ൽ കൂടുതൽ അത്യാഹിതങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഓരോരുത്തരുടെയും സിവിയറിറ്റിക്ക് അനുസരിച്ച് അല്ലെ, ഓരോരുത്തരുടെയും തീവ്രതയ്ക്ക് അനുസരിച്ചിട്ട് നമ്മൾ എന്താണ് അഡീഷണൽ സ്റ്റാഫിനെ ആവശ്യമായിട്ട് വരും അല്ലെ അവിടെ. അതുപോലെ തന്നെ അവർക്ക് നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടതായിട്ടുള്ള റിസോഴ്സുകളും അവിടെ അവൈലബിൾ ആയിരിക്കണം. പിന്നെ എന്താണ് ലെവൽ 3 എന്ന് പറയുന്നത്, the hospital is receiving more than 3 major casualties and or the number of victims or severity of injuries will require additional staff and resources, and normal hospital routines will be disrupted. Called orange external disaster. അപ്പോൾ ഇവിടെ പറയുന്നത് ലെവൽ 2 പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മോർ ദാൻ എന്താണ് 3-ൽ കൂടുതൽ അത്യാഹിതങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ അവരുടെ തീവ്രതയ്ക്ക് അനുസരിച്ചുള്ള അഡീഷണൽ സ്റ്റാഫുകൾ വേണം. അതുപോലെ തന്നെ നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടതായിട്ടുള്ള റിസോഴ്സസുകൾ അവിടെ അവൈലബിൾ ആക്കാം. അതുപോലെ തന്നെ ഇപ്പോ നോർമൽ ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഫീസിൽ നിന്ന് തടസ്സങ്ങൾ വരും അല്ലെ. ഇപ്പോ അങ്ങനെയുള്ള ഡിസാസ്റ്റർ ഒക്കെ വരുമ്പോൾ നമുക്ക് അറിയാവുന്നതാണ് കൂടുതൽ പേരെ അല്ലെങ്കിൽ ചിലപ്പോ എന്താണ് കൂടുതൽ ആളുകൾ ചിലപ്പോ കൈയും കാലൊക്കെ അറ്റിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത് അല്ലെ. വയനാട് ദുരന്തമൊക്കെ നമുക്ക് ഓർക്കാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതുപോലെ തന്നെ കൂടുതൽ ആളുകൾക്ക് പരിക്കേൽക്കാം അല്ലെ, കൂടുതൽ ആളുകൾ മരണപ്പെടാം. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോ ഇങ്ങനെയുള്ള ഡിസാസ്റ്റർ ഒക്കെ വരുമ്പോൾ എന്താണ് ഹോസ്പിറ്റലില് റുട്ടീൻ പ്രവർത്തനങ്ങളില് തടസ്സമാകുന്നുണ്ട് അല്ലെ. അവിടെ കറക്റ്റ് ആയിട്ട് ഒരു പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ടാണ് അവിടെ നടക്കുന്നത്. അതൊക്കെ ഇങ്ങനെയുള്ള ഒരു ഡിസാസ്റ്റർ വരുമ്പോ തകിടം മറിയാനായിട്ട് അല്ലെങ്കിൽ തടസ്സം വരാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, ഇനി അപ്പോ ലെവൽ 3 വരെയാണ് നമ്മൾ എടുത്ത് നിർത്തിയത്. ഇനി നെക്സ്റ്റ് നോക്കാം. Called orange downgraded. The hospital is no longer accepting new casualties, but staff continue to care for those currently receiving treatment. എന്താ പറയുന്നത്? The hospital is no longer accepting new casualties, but staff continue to care for those currently receiving treatment. പുതിയൊരു അത്യാഹിതങ്ങള് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റാഫുകള് അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പേഷ്യൻസിന് അല്ലെ, അവര് കറന്റ്ലി അവിടെയുള്ള പേഷ്യൻസിന് എന്ത് കൊടുക്കുന്നുണ്ട്? സ്റ്റാഫുകള് കണ്ടിന്യൂറ്റി ഓഫ് കെയർ അവിടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ അവർക്ക് അല്ലെ. അവിടെയുള്ള പേഷ്യൻസിന് നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് അവിടെ സഹായിക്കുന്നുണ്ട്. അപ്പൊ പുതിയൊരു അത്യാഹിതങ്ങളൊന്നും അവിടെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതാണ് അതിന്റെ മീനിങ് വരുന്നത്. പുതിയ അത്യാഹിതങ്ങളൊന്നും അവിടെ വന്നിട്ടില്ല, റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അവിടെയുള്ള പേഷ്യൻസിന് നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് അല്ലെ സ്റ്റാഫുകൾക്ക് എന്താണ് വളരെ കൂടുതൽ സ്റ്റാഫുകൾ അവിടെ ആവശ്യമായിട്ട് വരുന്നില്ല, അല്ലെങ്കിൽ ധൃതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ അവിടെ പുതിയതായിട്ട് ആരും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പേഷ്യൻസിന് നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതാണ് പറയുന്നത് ഓറഞ്ച് ഡൗൺകാർഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. കോഡ് ഓറഞ്ച് ഈ കണ്ടം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വെട്ടിക്കളയാം കേട്ടോ. അവിടെ കൊടുത്തിട്ടുണ്ടോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില്? ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അതൊന്ന് വെട്ടിക്കളയാം, അവിടെ വേണ്ടത്. ഓക്കെ, എന്നിട്ട് നോക്കിയേ. എ കെമിക്കൽ, ബയോളജിക്കൽ, ന്യൂക്ലിയർ ആൻഡ് ഓർ റേഡിയോ ആക്റ്റീവ് ഡിസാസ്റ്റർ ഹാസ് occurred. Lockdown and decontamination procedures need to be implemented. ഇനി നോക്കിയേ, ഇനി എന്താ പറയുന്നത്? ഈ കെമിക്കല്, ബയോളജിക്കൽ, അതുപോലെ തന്നെ ന്യൂക്ലിയർ, റേഡിയോ ആക്റ്റീവ് ഡിസാസ്റ്റർ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത്
നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങനെയുള്ള ദുരന്തങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോക്ക്ഡൌൺ ചെയ്യുന്നതാണ്. ഓക്കെ, ലോക്ക്ഡൌൺ പറയാം. അതുപോലെ തന്നെ ലോക്ക്ഡൌൺ ചെയ്യില്ല. ഓക്കെ, ലോക്ക്ഡൌൺ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്? എന്താ പറയുന്നത് അവിടെ? ഡീകണ്ടാമിനേഷൻ പ്രൊസീജിയർ നീഡ് ടു ബി ഇംപ്ലിമെന്റഡ്. ഇങ്ങനെ കെമിക്കല് കാര്യങ്ങളൊക്കെ നമ്മള് അങ്ങനെയുള്ള ഡിസാസ്റ്റർ ഒക്കെ ഉണ്ടാകുമ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യാം? നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോ കൊണ്ടുവരുന്ന പേഷ്യൻസിന്റെ ദേഹത്തൊക്കെ എന്താണ്? കെമിക്കൽ ആയിരിക്കും. ആദ്യം അത് എന്ത് ചെയ്യുന്നുണ്ട്? ഡീകണ്ടാമിനേറ്റഡ് ചെയ്യണം അല്ലെ? അണുവിമുക്തമാക്കണം അല്ലെങ്കിൽ ക്ലീൻ ചെയ്യണം അല്ലെ? എന്നിട്ടാണ് ട്രീറ്റ്മെന്റുകൾ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മള് ചാപ്റ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഡീകണ്ടാമിനേഷൻ ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള എന്താ ആക്സിഡന്റ് എമർജൻസി ആണെന്ന് തോന്നുന്നു ഡിപ്ലോമയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള പല ഏരിയാസ്, ഫങ്ഷണൽ ഏരിയാസ്, അതർ ഏരിയാസ് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ നിങ്ങള്? അതിനകത്ത് ഉണ്ടായിരുന്നു ഡീകണ്ടാമിനേഷൻ ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ അവിടെ എന്താണ്, ഒരു ഫാക്ടറിയിൽ ഒരാള് പോസ്റ്റ്മോർട്ടമായിട്ട് അയാൾക്ക് എന്തെങ്കിലും കെമിക്കൽ ആയിട്ട് സ്ഫോടനമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പരിക്കുകൾ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുവരുമ്പോൾ ആ കെമിക്കൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് മാറ്റിയതിനു ശേഷം മാത്രമാണ് ട്രീറ്റ്മെന്റ് തുടങ്ങാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അദ്ദേഹത്തെ ആദ്യം കൊണ്ടുവരുന്നത് ഡീകണ്ടാമിനേഷൻ ഏരിയയിലോട്ടായിരിക്കും. ഇല്ലേ? പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? ഇല്ല, അത് ഓർമ്മില്ല. ഓക്കെ, അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഡിസാസ്റ്റർ എന്താണ്? കെമിക്കൽ, അതുപോലെ തന്നെ ബയോളജിക്കല്, ന്യൂക്ലിയർ ആൻഡ് റേഡിയോ ആക്റ്റീവ് ഡിസാസ്റ്റർ ഒക്കെ ഉണ്ടാകുമ്പോ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ലോക്ക്ഡൌൺ ചെയ്യും. അതുപോലെ തന്നെ ആ ഡീകണ്ടാമിനേഷൻ പ്രോസസ് അവിടെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ട്രീറ്റ്മെന്റിലേക്ക് അവര് പ്രവേശിപ്പിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് അവിടെ വരുന്നത് കേട്ടോ. അപ്പൊ ഇതോടുകൂടി നമ്മുടെ എന്താണ് കോഡ് ഓറഞ്ച് അത് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയേ. ലെവൽ 1 to 3 വരെ വായിക്കാം. അതുപോലെ തന്നെ കോഡ് ഓറഞ്ച്, ഡൗൺ കാർഡഡ്, ആ 2 സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഡിവൈഡ് ചെയ്തില്ലേ? നെക്സ്റ്റ് നോക്കിയാലോ?
നെക്സ്റ്റ് ആണ് കോഡ് ബ്ലാങ്ക്. ബ്ലാങ്ക് ആണ് കേട്ടോ, ബ്ലാങ്ക് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബ്ലാങ്ക് എന്നാണ്. Code blank, bomb threat or suspicious package. Okay, bomb threat ആണ് അവിടെ code blank നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. bomb threat എന്നാണ് അതിനെ മീൻ ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്. അവിടെ നോക്കിയേ, code blank എന്നാണ് അവിടെ ബ്ലാക്ക് എന്നാക്കി കൊടുക്കുക കേട്ടോ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ജസ്റ്റ് നിങ്ങളൊന്ന് റീഡ് ചെയ്യുമ്പോൾ തിരുത്തി പോവാം. Code blank indicates a bomb threat. Underline ചെയ്ത് വെച്ചേ. Code blank എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? bomb threat-നെയാണ് സൂചിപ്പിക്കുന്നത്. The code tends to include relevant information such as the specific location of the cheat. അപ്പോ നമ്മള് എന്താ പറയുന്നത്, ഹോസ്പിറ്റലിലൊക്കെ എന്താണ് ഇപ്പൊ ആരെങ്കിലും അല്ലെ, നമുക്ക് പല സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, ഇങ്ങനെ എന്താണ് ബോംബ് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അനോണിമസ് കോളൊക്കെ വരുന്നത്, ഹോസ്പിറ്റലിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലേ? എന്തെങ്കിലുമൊക്കെ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇല്ലേ? അങ്ങനെ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? CD ന്യൂസ് എല്ലാരും മറക്കാത്ത ഒരു കാര്യമാണല്ലേ. ബോംബ് വെച്ചിട്ടുണ്ടെന്നുള്ളൊരു കോള് വന്നിട്ട് നമ്മള് എന്താ ബോംബറെ പിടിക്കാൻ പോകുന്നതും അല്ലെ, ആ സീനൊക്കെ നമുക്ക് ശരിക്കും ഓർമ്മ വരുന്നുണ്ടല്ലേ. ഇങ്ങനെ സിനിമയുടെ പേരൊക്കെ പറയുമ്പോ അല്ലെ, എഴഞ്ഞെഴഞ്ഞ് പോകുന്നത്. ദിലീപും പിന്നെ കൊച്ചിയൊക്കെയാണ്. അപ്പോ അവര് രണ്ടുപേരും കൂടി ആ പട്ടിനെയും കൊണ്ട് പോകുന്നതൊക്കെ ഓർമ്മ വരുന്ന ഒരു ശരിക്കും രസകരമായ ഒരു ഫിലിമാണ് CD മൂസ എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ എന്താണ് ബോംബ് വെച്ചിരിക്കുന്ന ആ സ്പെസിഫിക് ലൊക്കേഷൻ നമ്മൾ എന്ത് ചെയ്യണം, അത് നമുക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം എവിടെയാണെന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ പേഴ്സൺ ഇൻ ദ ഹോസ്പിറ്റൽ ഈസ് threatening to bomb the building. The code may also provide a description of the individual. ഇനിയിപ്പോ ഹോസ്പിറ്റലൊക്കെ ആരെങ്കിലും ബോംബ് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിലും ആ വ്യക്തിയുടെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൂടി പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ വ്യക്തി ആരാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കണം. More specific traits are more credible. So people who receive bomb threats over the phone should remain calm and gather as much information regarding the purported bomber as possible. Each hospital will have an evacuation protocol in event of a bomb threat. അപ്പൊ എന്താണ്, ഒരു ബോംബ് വെച്ചിരിക്കുന്നു എന്ന് 2-3 പ്രാവശ്യം പറയുകയാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ചിലവരെ ഇങ്ങനെ വിളിച്ചിട്ട് പറയും അവിടെ ബോംബ് വെച്ചിട്ടുണ്ട് ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഒരു പ്രാവശ്യത്തെ ഇങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് അത്ര വിശ്വസിക്കാനായിട്ട് പറ്റില്ല. ചിലവരിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും അല്ലെ, അവിടെ ബോംബ് വെച്ചിട്ടുണ്ട്, ഒഴിപ്പിക്കണം, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും എന്നൊക്കെ ഇങ്ങനെ നമ്മളോട് 2-3 പ്രാവശ്യം ഇങ്ങനെ വിളിച്ച് പറയുമ്പോ എന്താണ്, അത് വിശ്വസിക്കാനായിട്ട് പറ്റുന്ന ഒന്നായിരിക്കും, വിശ്വസനീയമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്താണ്, ബോംബ് ഭീഷണി റിസീവ് ചെയ്യുന്ന ആളുകള് എന്ത് ചെയ്യണം, ഫോൺ കാമായിട്ട് ഫോൺ കൂടെ ചിലവര് നമ്മളൊക്കെ ആണെങ്കിൽ എന്താ ഇങ്ങനെ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോ പള്ളിയിലെ നമ്മള് എന്താ പരിഭ്രാന്തരാകാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ ഫോൺ എടുക്കുന്ന ആള് ഈ ഹോസ്പിറ്റലിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോ അത് പെട്ടെന്ന് പേടിക്കാതെ കാമായിട്ട് നിൽക്കാം. അതുപോലെ തന്നെ ഈ ബോംബറിനെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാനായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ, ബോംബർ എവിടെ നിന്നാണ്, അല്ലെങ്കിൽ ബോംബർ ആരാണ് എന്നുള്ള അവരെ കുറിച്ചുള്ള അയാളെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും വേണമെന്നാണ് പറയുന്നത്. ഫോൺ എടുക്കുന്ന ആള് കാമായിട്ട് നിൽക്കണം, പരിഭ്രാന്തിപ്പെടരുത്. അതുപോലെ തന്നെ ബോംബറിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ ശേഖരിക്കുകയും വേണം. പിന്നെന്താ, ബോംബ് ഭീഷണി ഉണ്ടായാല്
ആ ആശുപത്രിയില് ഒരു ഒഴിപ്പിക്കൽ പ്രോട്ടോകോൾ ഉണ്ടായിരിക്കും. ഓക്കെ, എന്താണ് ആളുകളെ പെട്ടെന്നൊക്കെ നമ്മൾ അവിടെ നിന്ന് ഒഴിപ്പിക്കേണ്ടതായിട്ട് വരും അല്ലെ. എന്താണ് ആയിരക്കണക്കിന് ആളുകള് അതിന് ഇരയാകാനായിട്ട് സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ഇങ്ങനെയുള്ള ഭീഷണി നമ്മള് എന്തെങ്കിലും കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് വിവരങ്ങൾ നമ്മൾ സ്വീകരിക്കണം. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ആളുകളെ ഒഴിപ്പിക്കാനായിട്ട് അങ്ങനെ ഒരു പ്രോട്ടോകോള് നമ്മൾ എഴുതുകയും ഇത്രയും കാര്യങ്ങളാണ് എന്താണ് കോഡ് ബ്ലാങ്കിൽ പറയുന്നത്. അത്രയും ഓർത്ത് വയ്ക്കാം. കോഡ് ബ്ലാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോംബ് തെറ്റാണ്. ഇൻഡിക്കേറ്റ്സ് എന്താണ് ബോംബ് എന്നുള്ളത് ഓർത്ത് വെക്കണം. ഇനി അതുപോലെ തന്നെ സ്പെസിഫിക് ലൊക്കേഷൻ, എവിടെയാണ് ബോംബ് വെച്ചിരിക്കുന്നതിനുള്ള സ്പെസിഫിക് ലൊക്കേഷൻ അറിയണം. അതുപോലെ തന്നെ നമ്മൾ ഫോൺ എടുക്കുകയാണെങ്കിൽ നമ്മളാണ് 2-3 പ്രാവശ്യമൊക്കെ ഒരാൾ വിളിച്ചിങ്ങനെ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോൺ എടുക്കുമ്പോൾ എന്ത് ചെയ്യുക, കാമായിട്ട് നിൽക്കാം. അതുപോലെ തന്നെ പരിഭ്രാന്തിപ്പെടരുത്, കാമാവണം. നമ്മൾ പിന്നെ എന്താ പറയാ, ഈ ബോംബിനെ കുറിച്ചുള്ള ആരാണ് ബോംബ് വെച്ചിരിക്കുന്നത് അങ്ങനെ അതിനെ കുറിച്ചുള്ള അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ പറയുന്നത് എന്താ, എന്തെങ്കിലും നമ്മള് എന്താ ഈ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് അറിയുമ്പോ ഹോസ്പിറ്റലില് കുറേയധികം ആളുകൾ പല ഡിപ്പാർട്ട്മെന്റിലും ഡോക്ടറെ കാണാനായിട്ടും കിടപ്പ് രോഗികളായാലും അല്ലെ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ എത്രയും പെട്ടെന്ന് ഇവാക്യുവേറ്റ് ചെയ്യാനായിട്ട് ഒഴിപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തേണ്ടത് അത്യാവശ്യമുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് കോഡ് ബ്ലാക്കിൽ പറയുന്നത്. വായിച്ചോക്കെ.
കോഡ് ബ്ലാക്ക് ആണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് അങ്ങനെ തിരുത്താൻ പറഞ്ഞത്. തിരുത്തിയില്ല എല്ലാവരും. കോഡ് ബ്ലാക്ക് അല്ല കേട്ടോ. നെക്സ്റ്റ് ആണ് കോഡ് സേവർ പേഴ്സൺ വിത്ത് വെപ്പൺ. ഓക്കെ, വെപ്പൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ആയുധം അല്ലെ? ആയുധം കയ്യിൽ ആയുധമായിട്ട് പേഷ്യന്റിലേക്ക് കൊണ്ടുപോകുന്നത് തോക്ക് ചൂണ്ടിക്കാണിച്ച് അല്ലെ ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ പേഷ്യൻസിനെ സ്റ്റാഫിനെയൊക്കെ നമ്മൾ പോകാറുണ്ട്. ഇതാണ് ആയുധം കയ്യിലേക്ക് വരുന്ന ആളുകളൊക്കെ. അതാണ് അവരുടെ കോഡാണ് ഇത്. കോഡ് സിൽവർ എന്ന് പറയുന്നത്. വെപ്പൺ എന്ന് പറഞ്ഞാൽ ആയുധം. ഓക്കെ, initiated when an individual is threatening to use, attempting to use or actively using a weapon to cause harm regardless of the type of weapon and the situation cannot be controlled without enhanced force response. അപ്പൊ എന്താ പറയുന്നത്? ഒരു വ്യക്തി ആയുധം ഉപയോഗിക്കുന്ന ഭീഷണിപ്പെടുത്തുകയോ ഉപയോഗിക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ദോഷം വരുത്താൻ സജീവമായിട്ട് ഉപയോഗിക്കുകയോ ചെയ്യുമ്പോൾ അത് ഏത് തരത്തിലുള്ള ആയുധമാണെങ്കിലും പോലീസ് നടപടികളിലാക്കിയുള്ള സാഹചര്യം നിയന്ത്രിക്കാനായിട്ട് കഴിയില്ല അല്ലെ? ഒരു ഹോസ്പിറ്റലിൽ തന്നെ എന്താണ് നഴ്സുമാരുണ്ടാവും, ഡോക്ടേഴ്സ് ഉണ്ടാവും, സ്റ്റാഫുകളൊക്കെ ഉണ്ടാവും അല്ലെ? അപ്പോ ഒരു റിസർച്ചിനെ കൊണ്ടുപോകാനായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ എന്താണ് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലൊക്കെ ഇങ്ങനെ ഇപ്പൊ ഡോക്ടേഴ്സ് ഉണ്ടാവാം, നഴ്സുമാരുണ്ടാവാം, മറ്റ് സ്റ്റാഫുകളൊക്കെ ഉണ്ടാവാം അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോ ഇപ്പൊ ഒരു പേഷ്യന്റിനെയോ ഡോക്ടറിനെയോ നഴ്സിനെയോ ഒക്കെ കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ ആയുധം കയ്യിൽ എന്തെങ്കിലും ഒരു പേഴ്സൺ വന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ കൈകളിൽ അവരെ നിയന്ത്രിക്കാനായിട്ടൊന്നും പറ്റില്ല ഇല്ലേ? പല സിനിമകളിലാണ്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാലും ഒന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലെ? നമുക്ക് എന്താണ് നമുക്ക് തന്നെ നിയന്ത്രിക്കാനായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടൊന്നും പറ്റാത്തൊരു സാഹചര്യമായിരിക്കും. അപ്പൊ എന്താണ് അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിയന്ത്രിക്കാനായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യത്തിൽ നിന്ന് ഒഴിവാക്കാനായിട്ടോ ആരുടെ സഹായം കൂടി നമുക്ക് കേട്ടുള്ളൂ? ഒരു പോലീസിന്റെ അല്ലെങ്കിൽ പോലീസ് മേധാവികളുടെ സഹായം കൂടിയാലേ നമുക്ക് അതിന് സാധിക്കുള്ളൂ അല്ലെ? ആ സാഹചര്യം അവിടെ നിന്ന് ഒഴിവാക്കാനായിട്ട്. ഓക്കെ, not HDGH does not use the term code silver. They use the term lockdown to signify the same thing. Security and other staff will not respond due to potential risk for harm code silver person in the front. ഓക്കെ, അത്രയും വരെ നമുക്ക് നോക്കാം. HDGH എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോട്ടൽ വ്യൂ ഗ്രേസ് ഹെൽത്ത് കെയർ എന്നാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഹോട്ടൽ വ്യൂ ഗ്രേസ് ഹെൽത്ത് കെയർ അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഹോട്ടൽ വ്യൂ ഗ്രേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഈ ഹൗസ് ഓഫ് ഗോഡ് എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. അത് കാനഡയിലെ ഒരു ഹോസ്പിറ്റലാണ്. ഓക്കെ, ഹോസ്പിറ്റൽ വ്യൂ ഗ്രേസ് ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ കാനഡയിലെ ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് കേട്ടോ, ഹോസ്പിറ്റലാണ്. ഓക്കെ, അപ്പൊ അവിടെ ഒരു പേഴ്സൺ വിത്ത് വെപ്പൺ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവര് സിൽവർ കോഡ് യൂസ് ചെയ്യുന്നതിന് പകരം ലോക്ക്ഡൌൺ പറയുന്നു എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ഇങ്ങനെ അവിടെ ഒരു പേഴ്സൺ വന്നിട്ട് വെപ്പൺ കയ്യിലെത്തിയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റൽ എന്ത് ചെയ്യുന്നുണ്ട്, സിൽവർ കോഡ് പറയുന്നതിന് പകരം അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നതിന് പകരം അവരെന്ത് ചെയ്യുന്നു, ലോക്ക്ഡൌൺ പറയുന്നു. ഓക്കെ, security or other staff will not respond due to potential risk for harms or silver person. എന്താണ് അവര് ഒരു സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ മറ്റു സ്റ്റാഫുകൾക്കോ അവർക്കും അപകടം സാധ്യതയുണ്ട് ഇല്ലേ. ഇപ്പോ ഇങ്ങനെ ഫോക്ക് ചൂണ്ടിയിട്ട് നിൽക്കുകയാണെങ്കിൽ എന്താണ്, ചിലപ്പോ പേഷ്യൻസിനെ ആയിരിക്കാം ചൂണ്ടുന്നത്. പിന്നെ നമ്മൾ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാഫുകളുടെ നേരെ ചിലപ്പോ അല്ലെ ചിലപ്പോൾ ഉപദ്രവിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ വെടിവെക്കാം അല്ലെ. മറ്റ് സ്റ്റാഫുകൾക്കും അപകട സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അധികം പ്രതികരിക്കാനായിട്ട് പറ്റില്ല അല്ലെ. മറ്റു സ്റ്റാഫുകൾക്കായാലും ഇപ്പൊ പേഷ്യൻസിന് എതിരെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ പറയുമ്പോൾ അവർക്കും അപകട സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ആർക്കും അധികം പ്രതികരിക്കാനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനായിട്ടോ ഒന്നും പറ്റില്ല അവർക്ക്. അതുകൊണ്ട് അവരൊക്കെ ചെയ്യുന്നുണ്ട്, പോലീസിനെ വിളിക്കാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ, പോലീസിനെ വിളിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. ഇനി റിമെമ്പർ, ഇനി എന്താണ് ഇങ്ങനെ ആയുധം കയ്യിലേണ്ടിയിട്ട് ഒരാൾ നിൽക്കുമ്പോ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, റൺ, ഹൈഡ്, ഫൈറ്റ്. ആദ്യം നമ്മൾ ഓടുക. എന്നിട്ട് എന്ത് ചെയ്യും, സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ നമ്മൾ, ആദ്യം ഓടും, ഒളിച്ചു നിൽക്കും. ഒളിച്ചു നിൽക്കുമ്പോ കണ്ടോ അവിടെ പിക്ചർ കൊടുത്തിരിക്കുന്നത് കണ്ടോ, ഒളിച്ചു നിൽക്കും. ഇനി അദ്ദേഹം വന്നിട്ട് നമ്മളെന്താണ് ഒളിച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അവരുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അല്ലെങ്കിൽ ചിലപ്പോ നമ്മളെ വെടിവെക്കാൻ സാധ്യതയുണ്ട്. ആദ്യം ഓടാം, ഒളിച്ചിരിക്കുക. പിന്നെ അദ്ദേഹം കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊല്ലും എന്ന് ഉറപ്പാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വെടിവെക്കാതിരിക്കാനോ അല്ലെങ്കിൽ ആയുധം കയ്യിൽ കത്തിയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരുമ്പോ ഇനിയും നമുക്കത് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അദ്ദേഹത്തോട് ഫൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ക്ലിയർ ആയോ? നെക്സ്റ്റ് പറയുന്നുണ്ട് എന്താണ്, ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് മൂന്ന് ചെറിയ പോയിന്റ്സിലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കാം, അവോയ്ഡ് എൻഗേജിങ് വിത്ത് ദ അസൈലന്റ് ഐദർ വെർബലി ഓർ ഫിസിക്കലി. നമ്മൾ എന്താണ് വെർബലി എന്ന് പറഞ്ഞാൽ വാക്കാലോ അതുപോലെ തന്നെ ഫിസിക്കലിയോ ഇടപഴകുന്നത് ഒഴിവാക്കാം. ഓക്കെ, ഒഴിവാക്കാം. പിന്നെന്താ, remain calm and evacuate if able. If unable to evacuate, hide. എന്താണ്, സാധ്യമെങ്കിൽ നമ്മള് കാമാവണം, നമ്മള് പരിഭ്രാന്തിപ്പെടാതെ കാമായിട്ട് നിൽക്കുക. എന്നിട്ട് അവിടെ നിന്ന് ഒഴിവാകുക അല്ലെ. നമ്മളെ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒഴിവാകാൻ നോക്കണം. അതർവൈസ് ആണെങ്കിൽ അല്ലെങ്കിൽ എന്താ, ഒളിച്ചിരുന്നാലും മതി. അപ്പൊ എന്താണ്, അതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മൾ ഒളിച്ചിരിക്കുന്നതോ നമ്മള് എവിടേക്കാണ് പോയതെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ലല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അല്ലെങ്കിൽ അവിടെ നിന്ന് നമ്മൾ എത്രയും പെട്ടെന്ന് ഒഴിവാകാനായിട്ട് നോക്കണം. അല്ലെങ്കിൽ എന്താണ്, ഒളിച്ചിരിക്കാനായിട്ട് ശ്രമിക്കാം. സൈലന്റ് ഫോൺ ഓർ സോഴ്സ് ഓഫ് നോയ്സ്. നമ്മളിങ്ങനെ ശബ്ദം ഉണ്ടാക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഫോണൊക്കെ റിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ട് ഫോണൊക്കെ സൈലന്റ് ആക്കാം. കഴിയതോ നമ്മൾ എന്ത് ചെയ്യണം, ഒച്ചയെടുക്കുന്നതോ അല്ലെങ്കിൽ പേടിക്കുന്നതോ ഒന്നും നമ്മളിങ്ങനെ ചില സിനിമകൾ കണ്ടിട്ടില്ല, വായൊക്കെ പൊത്തി നിൽക്കുന്നത് സൗണ്ട് ഒക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റാളുകൾ നമ്മളുടെ അടുത്തേക്ക് വരാൻ ഉപദ്രവിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, സൗണ്ട് ഉണ്ടാക്കരുത്. അതുപോലെ തന്നെ ഫോണൊക്കെ സൈലന്റ് ആക്കാം. ഫോൺ അടുത്തേക്ക് കേട്ട് അത് നമ്മുടെ അടുത്തേക്ക് വരാൻ സാധ്യതയുണ്ട് അല്ലെ, ഉപദ്രവിക്കും. ഓക്കെ, വായിച്ചു നോക്കോ, വായിച്ചു നോക്കട്ടോ.
Actually, no. Next നോക്കാം. If your life is in imminent danger, fight back as a last resort. If a gold silver is announced and you are not the designated area, എന്താണ് അവിടെ പറയുന്നത്? നമ്മുടെ ജീവൻ അപകടത്തിലാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ ഗോൾഡ് സിൽവർ നമ്മൾ എന്ത് ചെയ്യണം? അനൗൺസ് ചെയ്യണം അല്ലെ? അനൗൺസ് ചെയ്യുകയും ഇനി അനൗൺസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം എന്ന നിലയിൽ അവസാനം നമുക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. അപ്പൊ 3 കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കാം. റിമൈൻ calm and evacuate safely അല്ലെ? എന്താണ്? ശാന്തമായിട്ട് ഒഴിഞ്ഞു മാറാനാണ് പറയുന്നത്. ഓക്കെ, calm ആവാം, അതുപോലെ തന്നെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് നോക്കാം. സേഫായിട്ട് മാറാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഒളിച്ചിരിക്കാം. ഹൈഡ് അല്ലെ? ഒളിച്ചിരുന്നാലും മതി, ഒളിച്ചിരിക്കാനായിട്ട് നോക്കാം. Do not use the phone unless it is directly related to the gold silver. Medical emergency call will not be called overhead during a gold silver. എന്താണ് പറയുന്നത്? ഗോൾഡ് സിൽവറുമായിട്ട് ബന്ധമില്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ഇപ്പൊ നേരിട്ടോ അല്ലെങ്കിൽ തന്നെ മറ്റു എമർജൻസി കോൾ വിളിക്കാൻ പാടില്ല. വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണ് വളരെ ബുദ്ധിമുട്ടാവും അല്ലെ? അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഇപ്പൊ കോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മളുടെ അടുത്ത് വരാനായിട്ട് സാധ്യതയുണ്ട്. നമ്മളെ കണ്ടുപിടിക്കാൻ നമ്മൾ ഒളിച്ചിരിക്കുകയാണ് അല്ലെ? അങ്ങനെ ഒളിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൗണ്ട് ഒക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ നമ്മുടെ അടുത്തേക്ക് വരാനായിട്ട് ഉപദ്രവിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ എന്താണ് ഇപ്പൊ ഗോൾഡ് സിൽവർ വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കോൾ വിളിക്കാനായിട്ട് നിൽക്കേണ്ട. നമ്മൾ കോൾ വിളിക്കാൻ പാടില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുകയാണ് വേണ്ടത്. അതാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അവിടെ നമ്മൾ ആദ്യം കാമായിട്ട് നിൽക്കാം, അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ എന്താണ് സേഫ് ആയിട്ട് മാറാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലൊക്കെ ഒന്ന് ഒളിച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ എന്താ പറയുന്നത്? ഗോൾഡ് സിൽവറുമായിട്ട് ബന്ധമില്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ എന്താണ് തന്നെ മറ്റു എമർജൻസി കോൾ വിളിക്കാനായിട്ടും പാടില്ല. എങ്ങനെ കോൾ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ആള് നമ്മുടെ സൗണ്ട് എന്തെങ്കിലുമൊക്കെ കേട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് കോഡ് വയലറ്റ് അല്ല, അവിടെ കോഡ് പർപ്പിളാണ് കേട്ടോ. കോഡ് പർപ്പിൾ എന്ന് മാറ്റി ചെയ്താട്ടോ. ഹോസ്റ്റേജ് ടേക്കിംഗ് നമ്മൾ ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? കോഡുകളെ കുറിച്ചിട്ട്. ഓക്കെ, അപ്പൊ കോഡ് പർപ്പിളാണ്, വയലറ്റ് അല്ല. കോഡ് പർപ്പിൾ ഹോസ്റ്റേജ് ടേക്കിംഗ്. Code purple is called in the event that a person is forcibly confined or held against his or her will with the threat of a weapon or a violence. അപ്പൊ എന്താണ്? ഒരു വ്യക്തി ബലപ്രയോഗത്തിലൂടെയോ അയാളുടെയോ അല്ലെങ്കിൽ അവളുടെയോ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ടോ ആയുധം ഉപയോഗിച്ച് നടത്തുന്ന അല്ലെങ്കിൽ ആയുധം ഉപയോഗിച്ച് ആക്രമണങ്ങൾ ഉണ്ടാക്കുമല്ലോ, ആക്രമണം നടത്തുകയോ ഭീഷണിപ്പെടുത്തുകയോ തടവിലാക്കപ്പെടുത്തുകയോ ഉള്ള ആ സാഹചര്യത്തില് നമ്മൾ എന്താ ചെയ്യുന്നത്? കോഡ് പർപ്പിള് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് കോഡ് പർപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയെ ബലപ്രയോഗത്തിലൂടെയോ അവരുടെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെയോ സമ്മതമില്ലാതെ ഇഷ്ടമില്ലാതെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് നമ്മൾ ആയുധം ഉപയോഗിച്ച് അക്രമം നടത്തുകയോ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയിട്ട് തടവിലാക്കുകയോ ആ സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്? കോഡ് പർപ്പിളാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, if you witness this situation, please provide the following information.
പിന്നെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിറ്റ്നസ് ആവണമെങ്കിൽ നമ്മൾ വിറ്റ്നസ് എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് എന്താണ് ലൊക്കേഷൻ ഏതാണെന്നുള്ളത് നമ്മൾ കൊടുക്കുക, പ്രൊവൈഡ് ചെയ്യാതെ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വിസിബിൾ സൈൻസ് ഓർ മെൻഷൻ ഓഫ് വെപ്പൺ, അല്ലെ, ഏത് ആയുധമാണെന്നും എന്തെങ്കിലും അടയാളങ്ങൾ നമ്മൾ പറഞ്ഞു. നമ്പർ ഓർ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഹോസ്റ്റേജ്, അതുപോലെ തന്നെ എന്താ ബന്ദിയാക്കിയിരിക്കുന്നവരുടെ ചിലപ്പോ ഒന്നിലധികം ആളുകളെയൊക്കെ ബന്ദികളാക്കാം, അല്ലെ. അപ്പൊ എത്ര പേരെയാണ്, ഒരാളാണെങ്കിൽ ഒരാള്, അല്ലെങ്കിൽ ഒന്നോ അതിൽ കൂടുതലോ ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ നമ്പർ, അതുപോലെ തന്നെ ഫിസിക്കൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ്, ഭൗതിക വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ എന്താ പറയുന്നത്, നമ്പർ ആൻഡ് ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഹോസ്റ്റേജ് ടേക്കേഴ്സ്. ഇനി എത്ര പേരാണ് അല്ലെങ്കിൽ എത്ര പേരാണ് ഉള്ളത്, അല്ലെ, എത്ര പേരാണ് ഹോസ്റ്റേജ് ടേക്കേഴ്സ് ആയിട്ടുള്ളത്, അവരുടെ എണ്ണം, അവരുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസും പറഞ്ഞു കൊടുക്കുക. Whether the hostage taker contained within a specific room or whether they are mobile. അപ്പൊ എന്താണ്, ഒരു പ്രത്യേക ഒരു റൂമിലോ അല്ലെങ്കിൽ എവിടെയാണോ ബന്ദിയാക്കി വെച്ചിരിക്കുന്നത്, ചിലപ്പോ റൂമിലാവാം, ചിലപ്പോ ഒരു ബിൽഡിങ്ങിലാവാം, അല്ലെ, കെട്ടിടത്തിലൊക്കെ ആവാം, അല്ലെ. അപ്പൊ എവിടെയാണോ ബന്ദിയാക്കി വെച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ എന്താണ്, അവർ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ, അല്ലെ, ഇങ്ങനെ വിളിക്കോ, അല്ലെ, നിങ്ങളുടെ മകളെ ബന്ദിയാക്കി വെച്ചിട്ടുണ്ട്, ഇത്രയും ലക്ഷം രൂപ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താണ് മകളെ ഞാൻ വിട്ടയക്കാം എന്നൊക്കെ പറയാറുണ്ട്, നമ്മുടെ സിനിമയിലൊക്കെ കാണാറുണ്ട്, അല്ലെ. അപ്പൊ എവിടെയാണ് ബന്ദിയാക്കി വെച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്യുന്നത്, അല്ലെ, അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ എന്തൊക്കെയാണ്, ഫോൺ വിളിക്കുകയാണോ, അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തുകയാണോ, അല്ലെ, ഇപ്പൊ കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ വലിയ ആളുകളെയൊക്കെ ആയിരിക്കാം, പേഷ്യൻസിനൊക്കെ ആയിരിക്കാം, അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ അവരോട് എന്തൊക്കെയാണ് പറയുന്നത്, അവരെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കാം, അതിനുള്ള ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പൊ ലൊക്കേഷൻ കൊടുക്കണം, അതുപോലെ സയൻസ് ഓർ മെൻഷൻസ് വെപ്പൺ, അല്ലെ, വെപ്പൺസിന്റെ എല്ലാ കാര്യങ്ങളും ഏതൊക്കെയാണ് അടയാളങ്ങൾ എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കാം. അതുപോലെ തന്നെ ഹോസ്റ്റേജ് നമ്മള് വ്യക്തിയാക്കിയിരിക്കുന്ന ആളുകൾ എത്രമാണ്, ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാം. ടേക്കേഴ്സ്, ഹോസ്റ്റേജ് ടേക്കേഴ്സിന്റെ എണ്ണം എത്രയാണ്, അവരുടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള റൂമിലാണ് അവരെ വ്യക്തിയാക്കി വെച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ ഇപ്പൊ അവർ എന്ത് ചെയ്യുകയാണ്, ഫോൺ വിളിക്കുകയാണോ, ചിലപ്പോൾ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ടാവും, അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇൻഫോം ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2
ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെ, എന്താണ് ക്ലിയർ അല്ലെ, സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നാണ് അവിടെ പോയിന്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് 1, ഡയൽ 911 immediately and give operator all necessary informations. ഇതാണ് ഈ 911 എന്ന നമ്പറിലേക്ക് നമ്മൾ ഉടനടി ഡയൽ ചെയ്യേണ്ട ഇൻഫോർമേഷൻ. അതുപോലെ തന്നെ ഓപ്പറേറ്ററോട് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഇനി സ്റ്റെപ്പ് 2 എന്താ? ഡു നോട്ട് അറ്റൻഡ് എനി ആക്ഷൻ, ensure safety of patients and visitors in the immediate area. എന്താണ് നമ്മൾ നേരിട്ട് പോയിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അവരെ ആക്രമിക്കാനായിട്ട് പോകരുത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? നമ്മൾക്കറിയാം എന്താണ് നമ്മുടെ ഒരു പേഷ്യന്റിനെ മാത്രമല്ല അവിടെ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് അല്ലെ, പല പേഷ്യൻസും പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഡയറക്റ്റ് ആയിട്ട് അവരെ ആക്രമിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മറ്റുള്ളവരെയും അത് ബാധിച്ചേക്കാം, മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിലെ പേഷ്യൻസിനെയും അത് ബാധിച്ചേക്കാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അവരുടെ സേഫ്റ്റിക്ക് ഉറപ്പുവരുത്തിയിട്ട് വേണം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ നേരിട്ട് പോയിട്ട് അറ്റൻഡ് നടത്താനായിട്ട് പോകരുത് എന്ന് പറയുന്നത്. ഇനി എന്താണ് സ്റ്റെപ്പ് 3? ഡയൽ 333 and advise switchboard that 911 was called for a code purpose. ഇനി എന്താണ് 911ലേക്ക് നമ്മൾ കോൾ ചെയ്ത് കോഡ് പർപ്പിൾ പറയാനായിട്ട് ടെലിഫോൺ ഓപ്പറേറ്ററോട് പറയണം. ഓക്കെ, അപ്പോൾ 911ലേക്ക് കോൾ ചെയ്യാം, ടെലിഫോൺ ഓപ്പറേറ്ററോട് പറയണം കോഡ് പർപ്പിൾ എന്ത് ചെയ്യാനായിട്ട് പറയാനായിട്ട്. ഇനി സ്റ്റെപ്പ് 4 എന്താ? വെയിറ്റ് ഫോർ സെക്യൂരിറ്റി ആൻഡ് പോലീസ് ടു അറൈവ്. സെക്യൂരിറ്റിയെയോ എത്തുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക അല്ലെ, എത്തുന്നത് വരെ. നമ്മളെ കൊണ്ട് പറ്റാത്തൊരു സാഹചര്യമായിരിക്കും അല്ലെ അങ്ങനെയുള്ള സിറ്റുവേഷൻ തരണം ചെയ്യുക എന്നുള്ളത്. അപ്പൊ എത്തുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യാം? വെയിറ്റ് ചെയ്യുക. സ്റ്റെപ്പ് 5, ഡു നോട്ട് ഇനിഷ്യേറ്റ് എ കോൺവെർസേഷൻ with the hostage taker but to answer it. നമ്മൾ എന്താ ചെയ്യണം? നമുക്ക് ഹോസ്റ്റേജ് ടേക്കറുമായിട്ട് ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ആശയവിനിമയത്തിൽ പോകാൻ പാടില്ല. അവരെന്ത് നമ്മളോട് ചോദിക്കുന്നുണ്ടോ അതിന് ആൻസർ മാത്രം നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. സ്റ്റെപ്പ് 6, റൈറ്റ് ഡൗൺ ഓർ റിമെമ്പർ എനി ഡിമാൻഡ്സ് ഓർ ആക്ഷൻസ്. അവർക്ക് ചിലപ്പോൾ ഡിമാൻഡ്സുകൾ ഉണ്ടാവാം, അവരുടെ ആക്ഷൻസ് കാര്യങ്ങളും അല്ലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് എന്താ ചെയ്യാം? പല ഡിമാൻഡ്സുകൾ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ഇത്ര ഡിമാൻഡ്സ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഡിമാൻഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എഴുതി കുറിച്ച് വെക്കാനായിട്ട് അല്ലെങ്കിൽ ഓർത്ത് വെക്കാനായിട്ട് നോക്കാം, ശ്രമിക്കും. ഇത്തരം കാര്യങ്ങളാണ് ഇങ്ങനെയൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, അയച്ചു നോക്കാം കേട്ടോ. സ്റ്റെപ്പ് 6 വരെ വായിച്ചു നോക്കാം. കഴിഞ്ഞോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.